Hello students, welcome back to Shuklas Academy. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് 10th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 18 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. മീനിങ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതുപോലെ പ്രൊസീജിയർ ഫോർ കൺസ്യൂമർ റിഡ്രസൽ ഗ്രിവൻസസ്, അതുപോലെ പാർട്ടീസ് ടു കൺസ്യൂമേഴ്സ്, അങ്ങനെ പിന്നെ ലീഗൽ ഫോർമാലിറ്റീസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ മീനിങ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. അധാർമികമായ വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ആവശ്യമായും കൈക്കൊള്ളേണ്ടി വന്നതോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വരുന്നതോ ആയ നടപടിക്രമങ്ങളെയാണ് ഉപഭോക്തൃ സംരക്ഷണം എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ നമ്മളൊക്കെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമ്മളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ഒക്കെ പണ്ടത്തെ പോലെയല്ല, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ. ഇപ്പോൾ നമ്മൾ കൺസ്യൂമർ ഇസ് ദ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ആണെങ്കിൽ മാത്രം നമുക്കൊരു സാധനം വാങ്ങിച്ചാൽ മതി. നമ്മളൊന്നിലും നിർബന്ധിതരല്ല. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ കടയിൽ കയറിയാൽ നമ്മൾ അവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേറെ വലിയ ചോയ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കൺസ്യൂമറാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാ പ്രൊഡക്ട്സും ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒന്നിലും നിർബന്ധിതരല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തിരഞ്ഞെടുക്കാനും ചൂസ് ചെയ്യാനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഈ കൺസ്യൂമേഴ്സിനൊക്കെ കുറച്ച് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെന്ന് പെടാറുണ്ട് ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പുകളിൽ നിന്നൊക്കെ കൺസ്യൂമേഴ്സിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് കുറേ റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അധാർമികമായ വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി ആവശ്യമായും കൈക്കൊള്ളേണ്ടി വരുന്നതോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വരുന്നതോ ആയ നടപടികളെയാണ് ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ? റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് പ്രൊവൈഡിംഗ് adequate protection to consumers against the unscrupulous and exploitative and unfair trade practices of manufacturers and service പ്രൊവൈഡേഴ്സ്. എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിനൊക്കെ ആവശ്യമുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലൊക്കെ നമ്മൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ ഓരോ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ്, അതുപോലെ ക്വാണ്ടിറ്റി ഇഷ്യൂസ് ഒക്കെ ഓരോ കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ ഈ ഓരോ രീതികളിൽ നിന്നും നമ്മൾ കൺസ്യൂമേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺസ്യൂമേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വിവിധ പ്രശ്നങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് മായം ചേർക്കൽ. എന്താണ് മായം ചേർക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മായം ചേർക്കലാണ് ഉപഭോക്താക്കൾ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം. താണതരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തേണ്ട ഉൽപ്പന്നങ്ങളോടൊപ്പം കൂട്ടിക്കലർത്തി വിൽക്കുന്നതിനെയാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. മായം ചേർക്കാൻ ഉപയോഗിക്കുന്ന താണതരം ഉൽപ്പന്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാകുന്നു. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാനൊക്കെ ചെന്നപ്പോൾ ഓരോ പൊടികളൊക്കെ നമ്മുടെ ഓരോ സാധനങ്ങൾ, മുളക് പൊടി, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള സാധനമല്ല, കുറേ മിക്സ് ചെയ്തിട്ടും ഓരോ മായം ചേർത്ത് വരുന്ന കുറേയൊക്കെ വിഷാംശങ്ങൾ അടങ്ങിയ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രോബ്ലമാണ് മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ഈ ഒരു മായം ചേർക്കലുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രോബ്ലമാണ്. നെക്സ്റ്റ് വൺ, കൃത്രിമോൽപ്പന്നങ്ങളുടെ വിൽപ്പന. വില കുറഞ്ഞ വസ്തുക്കൾ യഥാർത്ഥ ഉൽപ്പന്നത്തിന് പകരമായി നൽകി വ്യാപാരികൾ പലപ്പോഴും ഉപഭോക്താക്കളെ കബളിപ്പിക്കപ്പെടുത്താറുണ്ട്. മരുന്നുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കബളിപ്പിക്കൽ
നടക്കുന്നത്. അപ്പോൾ ഈ വില കുറഞ്ഞ വസ്തുക്കളൊക്കെ എന്താണ്, യഥാർത്ഥ ഉൽപ്പന്നത്തിനൊക്കെ പകരമായിട്ട് ഒരു ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ തന്നിട്ട് എന്താണ് ഇവരിങ്ങനെ കൃത്രിമം നടത്തും. അപ്പോൾ അതും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, കൃത്രിമ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. നെക്സ്റ്റ്, തെറ്റായ അളവുകളും തൂക്കങ്ങളും. ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ചില കച്ചവടക്കാർ തെറ്റായ അളവുകളും തൂക്കങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും യഥാർത്ഥത്തിൽ വേണ്ടതിനേക്കാൾ കുറഞ്ഞ തൂക്കത്തിലോ അളവിലോ ആയിരിക്കും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാധനങ്ങൾക്ക് പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അവരപ്പോൾ അത് കറക്റ്റായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ തരുന്നുണ്ടാവുക. അപ്പോൾ അവർ അതിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് എന്താണ് ഒരു ഇപ്പോൾ ഇത്ര കിലോ ആണെങ്കിൽ ആ ഒരു കിലോ കുറച്ച് അതിൽ നിന്ന് കുറച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് തരുന്നത്. അപ്പോൾ അതിലൊക്കെ ഈ അളവുകളിലും ഒക്കെ വരുന്ന ചെറിയ വേരിയേഷൻസ്, തെറ്റായിട്ടുള്ള കാര്യങ്ങളിലൂടെ തെറ്റായ അളവുകളും തൂക്കങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് തരും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞ ആ ഒരു കിലോ കണക്കിനുള്ള പൈസയ്ക്ക് നമ്മൾ കൊടുക്കുക, പക്ഷെ അതിൽ നിന്ന് അവരൊരു ചെറിയൊരു എമൗണ്ട് അവർക്കൊരു ലാഭത്തിന് വേണ്ടിയിട്ട് അവർ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, തെറ്റായ അളവുകളും തൂക്കങ്ങളും ഒക്കെ. നെക്സ്റ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ ചിലർ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കാറുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളാണെന്ന വ്യാജേന വിൽപ്പന നടത്തുന്നു. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ അവർ തരാറുണ്ട്. അപ്പോൾ നമ്മളടുത്ത് അത് അത്ര ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണെന്നൊക്കെ പറയും, പക്ഷെ അവർ പറയും ഇമ്പോർട്ടഡ് ആണ്, പുറത്തുനിന്ന് ഇറക്കിയതാണ്, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താണ് ആൾക്കാരെ കബളിപ്പിക്കും. പക്ഷെ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും. അങ്ങനെ ആ ഒരു കാര്യവും നമ്മൾ ഫേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതുപോലെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും എന്ന് വെച്ചാൽ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയുമാണ് ഉപഭോക്താക്കൾ പലപ്പോഴും നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം. ഏതെങ്കിലും അവശ്യ സാധനം വിപണിയിൽ ലഭ്യമാകാതെ വരുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കച്ചവടക്കാർ മനഃപൂർവ്വം തടഞ്ഞു വയ്ക്കുന്നു. ഇത് വിലക്കയറ്റത്തിന് കാരണമാകും. ഇങ്ങനെ പൂഴ്ത്തിവെച്ച ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതിനെയാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ എന്ന് വെച്ചാൽ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും. അതെന്ന് വെച്ചാൽ അതൊരു മേജർ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനത്തൊക്കെ ഭയങ്കര ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം ആ ഒരു അവൈലബിൾ ആവാതെ വരുന്ന ടൈമിൽ ഇവരെ കയ്യിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഇവരെന്താണ് അതപ്പം സപ്ലൈ ചെയ്യാതെ അത് അവർ തടഞ്ഞു വെക്കും, അവരുടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചിട്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ തീരെ സാധനം കിട്ടില്ല എന്ന് കണ്ടാൽ എന്താണ് ഡിമാൻഡ് കൂടും, അതുപോലെ പൈസയും കൂടും. അപ്പോൾ ആ ഒരു ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ക്യാഷ് കൂട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പൂഴ്ത്തി വെക്കും. അതാണ് ഈ ഒരു പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും എന്ന് പറയുന്നത്. അത് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വളരെ വലിയൊരു പ്രോബ്ലമാണ്. അതുപോലെ നെക്സ്റ്റ്, വിൽപ്പന പങ്കാളിത്തം. പലപ്പോഴും ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ മറ്റൊരു ഉൽപ്പന്നം വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ സർവീസ് ചാർജ് മുൻകൂട്ടി അടയ്ക്കണമെന്നോ നിബന്ധനയോ വിൽപ്പനക്കാരൻ വയ്ക്കുന്നതിനെയാണ് വിൽപ്പന പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ലാതെ മറ്റൊരു സാധനം കൂടെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോഴോ വാങ്ങിക്കണം എന്നൊക്കെ ഒരു കണ്ടീഷൻസ് ഒക്കെ ഒരു വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് ചാർജ് കൂടെ നമ്മൾ മുൻകൂട്ടി അടയ്ക്കണം. അങ്ങനെ ഒരു ആഡഡ് ആയിട്ടൊരു സാധനം കൂടെ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു കാര്യത്തിനും കൂടി അവർ ഏകദേശം ആഡ് ചെയ്യും. കുറേ ചാർജൊക്കെ മുൻകൂട്ടി സർവീസ് ചാർജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് വിൽപ്പന പങ്കാളിത്തം. അത് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് ഒരു മേജർ പ്രോബ്ലമാണ് വഴി തെറ്റിക്കുന്ന പരസ്യങ്ങൾ എന്ന് വെച്ചാൽ വഞ്ചനാപരമായ പരസ്യങ്ങൾ നൽകിയും വ്യാപാരികൾ ഉപഭോക്താക്കളെ വഞ്ചിക്കാറുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിക്കാട്ടിയുള്ള പരസ്യങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വഴിതെറ്റിക്കുന്ന പരസ്യങ്ങൾ വെച്ചാൽ അത് നമ്മളെല്ലാവരും ചെന്ന് പെടാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെന്താണ് ഈ മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് നമ്മളെന്താണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യും അവരുടെ സാധനം വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതെന്താണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടൊക്കെയാണ് ഈ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ അത് വിചാരിച്ചിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എല്ലാവരും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര മിസ്ലീഡിങ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സംഭവം എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഈ ഒരു പരസ്യം. ഇങ്ങനെ ഒരു സംഭവം അത്ര ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതായിരിക്കും, പക്ഷെ അവരങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൂടുതൽ ഇതാക്കിയിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതുപോലെ നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്ന് പറഞ്ഞാൽ പല കമ്പനികളും നിശ്ചിത നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കാറുണ്ട്. അപ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡോ മിനിമം ക്വാളിറ്റിയോ ഇല്ലാത്തൊരു പ്രൊഡക്റ്റിനൊക്കെ തന്നിട്ടായിരിക്കും അവരുടെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കബളിപ്പിക്കും.
അപ്പോൾ പല കമ്പനികളുടെയൊക്കെ എന്താ വെച്ചാൽ ലോക്കലായിട്ട് കിട്ടുന്ന ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇത് ക്വാളിറ്റി ഉള്ളതാണ് പറഞ്ഞിട്ടൊക്കെ പറ്റിക്കാറുണ്ട്. അതൊക്കെയാണ് ഒരു നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെയൊക്കെ വിൽപ്പന. അപ്പോൾ ഇതൊക്കെ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമുക്ക് അനുകൂലമായിട്ടൊരു എന്താണ് നമ്മുടെ സൈഡിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സൈഡിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി പാർട്ടീസ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഉപഭോക്തൃ സംരക്ഷണത്തിൽ 3 കക്ഷികൾ ഉൾപ്പെടുന്നുണ്ട്. അതായിരിക്കാണ് ഉപഭോക്താവ്, വ്യാപാരികൾ, ഗവൺമെൻറ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഉപഭോക്താവിനെ നോക്കാം. സ്വയം സഹായമാണ് ഏറ്റവും നല്ല സഹായം. ഇതിനായി തങ്ങളുടെ അവകാശങ്ങൾ അറിയാനും അവ പ്രാവർത്തികമാക്കാനും ഓരോ ഉപഭോക്താവും ശ്രമിക്കേണ്ടതാണ്. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് തങ്ങൾക്ക് പറയുവാനുമുള്ള അവകാശമുണ്ട്. അതാണ് ഉപഭോക്താവിൻ്റെ കാര്യം. നമ്മളെല്ലാവരും ഉപഭോക്താവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും നമ്മുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടാൽ അതിനെതിരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ രീതിയിലാണ് അതിന് എതിരായിട്ട് പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നമുക്ക് ആ ഒരു എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാവും. ഈ ഒരു കൺസ്യൂമറിസത്തിലൂടെയൊക്കെ നമുക്ക് ഉപഭോക്തൃവൽക്കരണത്തിലൂടെയൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വ്യാപാരികൾ എന്താണ് ഈ ഒരു ഇതിൽ ചെയ്യുന്നത് നോക്കാം. ഉൽപ്പാദകരും വിതരണക്കാരും മൊത്തക്കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും ഉൾപ്പെടുന്ന ഒരു വ്യാപാര സമൂഹം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ അവർ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വ്യാപാരികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹോൾസെയിലേഴ്സ് ആവാം, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സും ഒക്കെ ആവാം, പിന്നെ ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ വ്യാപാരികളാണ്. അപ്പോൾ അവർ ഒരു സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ തരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റും ആയിരിക്കണം, അതുപോലെ അതിന് ന്യായമായ വില ആയിരിക്കണം, അതുപോലെ ഇങ്ങനെ ഗുണനിലവാരം ഇല്ലാത്തതൊന്നും തന്നിട്ട് ആരും പറ്റിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിളാണ്, ഈ വ്യാപാരികളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെ അവർ അഷ്യൂർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു നല്ല നിലവാരമുള്ള പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. കുത്തനെ വില കൂട്ടി കഴിഞ്ഞാൽ ആർക്കും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അവർ ശ്രമിക്കേണ്ടതും അവർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പ്രത്യേകം അവർ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണോ അവർ ചെയ്യുന്ന ഒരു പോളിസി ഇങ്ങനെയാണോ എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് നിറവേറ്റേണ്ടത് ഇതിലൂടെയാണ് അവർ വ്യാപാരികൾ. ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ എന്താണെന്ന് നോക്കാം. സമൂഹത്തിൻ്റെ പൊതു താൽപ്പര്യം എന്ന നിലയിൽ ഉപഭോക്തൃ സംരക്ഷണം ഗവൺമെൻറ്റിൻ്റെ കടമയാകുന്നു. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിനും നിലവാരമുള്ള നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതിനും നിലവിലുള്ള നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിനും സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനും ഒരു ഉത്തരവാദിത്വമുണ്ട്, ആ ഒരു കടമയുണ്ട് ഗവൺമെൻറ്റിൻ്റെ. സമൂഹത്തിൻ്റെ പൊതു താല്പര്യത്തെയൊക്കെ സംരക്ഷിക്കണം എന്നൊരു കടമയാണ് ഗവൺമെൻറ്റിൻ്റെ ഇതുള്ളത്. അപ്പോൾ ആ ഉപഭോക്താക്കളുടെ ആ ഒരു താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനും അതുപോലെ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരാനും ഇപ്പം നിലവിലുള്ള നിയമങ്ങളൊക്കെ ഒന്ന് അമെൻമെൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അധികാരവും ഒക്കെ ഉണ്ട് സർക്കാരിന്. അപ്പോൾ അതൊക്കെ സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പാർട്ടീസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരികളും അതുപോലെ തന്നെ ഉപഭോക്താവും ഗവൺമെൻറ്റും ആണ്. ഓക്കെ, ഇനി നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കിയ വിവിധ നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കാർഷികോൽപ്പന്ന നിയമം 1937. നെക്സ്റ്റ് വ്യവസായ നിയമം 1951. നെക്സ്റ്റ് മായം ചേർക്കൽ നിരോധന നിയമം 1954. നെക്സ്റ്റ് ആവശ്യ വസ്തു നിയമം 1955. നെക്സ്റ്റ് അളവ് തൂക്ക നിയമം 1956. നെക്സ്റ്റ് കുത്തക നിയന്ത്രിത കച്ചവട നിയമം 1969. കരിഞ്ചന്ത തടയൽ ആവശ്യ സാധന പരിപാലന നിയമം 1989. നെക്സ്റ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് 1986. നെക്സ്റ്റ് വൺ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ വിവിധ തരം നിയമങ്ങളാണ് ഇതൊക്കെ. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന നിയമങ്ങളാണ് ഇതൊക്കെ, ഈ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. ഈ നിയമങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കാർഷികോൽപ്പന്ന നിയമം. കാർഷികോൽപ്പന്ന നിയമം എന്ന് പറഞ്ഞാൽ
കാർഷിക ഉൽപ്പന്നങ്ങൾ തരം തിരിച്ച് ഗുണനിലവാരം പരിശോധിച്ച് ഗവൺമെൻറ്റിൻ്റെ കാർഷിക വിപണന വകുപ്പിൻ്റെ അഗ്മാർക്ക് മുദ്ര പതിപ്പിക്കുന്നതിന് ഈ നിയമം അനുമതി നൽകുന്നു. അതാണ് കാർഷിക ഉൽപ്പന്ന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തരംതിരിച്ചിട്ട് ഗുണനിലവാരം അതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ കാർഷിക വിപണന വകുപ്പിൻ്റെ ഒരു മുദ്ര, അവരുടെ ഒരു അഗ്മാർക്ക് മുദ്ര ഉണ്ട്, അത് പതിപ്പിക്കണം. അതാണ് ഈ നിയമത്തിൽ പറയുന്നത്. നെക്സ്റ്റ് വ്യവസായ നിയമം. വ്യവസായ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനും വിതരണത്തിലും തക്കതായ നിയന്ത്രണങ്ങൾ വരുത്തുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. ഏതെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിക്കുകയോ ഗുണനിലവാരം മോശമാകുകയോ ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ കർശന ഇടപെടൽ ഈ നിയമം മൂലം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു വ്യവസായ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഉൽപ്പന്നങ്ങളൊക്കെ അവർ വിതരണത്തിലും ഒക്കെ ഓരോ നിയന്ത്രണങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉൽപ്പന്നത്തിൻ്റെയൊക്കെ അളവിലൊക്കെ എന്തെങ്കിലും ചെയ്യിച്ച കാര്യങ്ങളോ അതേപോലെ ഗുണനിലവാരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൃത്രിമം കാണിച്ച് മോശമായിട്ടുള്ള ഒരു ഗുണനിലവാരമുള്ള സാധനമൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടാവുക. അത് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയമം മൂലം അവർക്ക് അതിനുള്ള പ്രശ്നം ഉണ്ടാവും. ഏത് കമ്പനിയാണോ ഏത് പ്രൊഡക്റ്റിനാണോ അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗുണനിലവാരം കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ് ഈ വ്യവസായ നിയമത്തിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് മായം ചേർക്കൽ നിരോധന നിയമം. ഈ നിയമത്തിൽ പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്താലുള്ള കടുത്ത ശിക്ഷകൾ നിശ്ചയിക്കുന്നത് ഈ നിയമം മൂലമാണ്. മായം ചേർന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും സംഭരിച്ചു വയ്ക്കുന്നതുമെല്ലാം ശിക്ഷാ നടപടികൾക്ക് ഇടവരുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു മായം ചേർക്കലൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് ഭക്ഷ്യവസ്തുക്കളിലുള്ള മായം ചേർക്കലിനെയാണ് ഈ ഒരു കടുത്ത ശിക്ഷയായിരിക്കും ഈ മായം ചേർക്കൽ നിരോധന നിയമത്തിലൂടെ കിട്ടുന്നത്. അതാണ് അതിന് എന്താണ് വിൽപ്പന നടത്തുക, മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുന്നതും അത് വിൽപ്പന നടത്തുകയും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഒക്കെ എന്താണ് ഈ ഒരു മായം ചേർക്കൽ നിരോധന നിയമത്തിലൂടെ ശിക്ഷാ നടപടികൾക്ക് ഇടവരുത്തുന്നതാണ്. നെക്സ്റ്റ് ആവശ്യവസ്തു നിയമം. ആവശ്യവസ്തു നിയമം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഏതൊരു ഉൽപ്പന്നത്തെയും ആവശ്യവസ്തുവായി പ്രഖ്യാപിക്കാം. അതുവഴി ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും കച്ചവടവും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാവുന്നു. ഗവൺമെൻറ് നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യവസ്തു നിയമം എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാരിൻ്റെ ഏത് ഉൽപ്പന്നത്തിന് വേണമെങ്കിലും അത് ആവശ്യവസ്തുവായിട്ട് സർക്കാരിന് പ്രഖ്യാപിക്കാനുള്ളൊരു ഇതുണ്ട്, ആ ഒരു പവറുണ്ട്. അപ്പോൾ അതുവഴി ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും കച്ചവടവും ഒക്കെ ഗവൺമെൻറ്റിന് അതിന് നിയന്ത്രിക്കാൻ ഉള്ളൊരു പവറും കൂടെ ഉണ്ട്. അതാണ് ആവശ്യവസ്തു നിയമം എന്ന് പറഞ്ഞാൽ. അത് ഏത് പ്രൊഡക്റ്റാണോ അവർ അവരുടെ ഒരു ആവശ്യവസ്തുവായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്കറിയില്ല, അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും ആ ഒരു വസ്തുവിൻ്റെ എല്ലാ ഒരു നടപടിയും ഉണ്ടാവുക. അതിൻ്റെ കച്ചവടമാണെങ്കിലും വിതരണമാണെങ്കിലും ഒക്കെ ഗവൺമെൻറ് നിയന്ത്രിക്കാനുള്ളൊരു അവകാശമുണ്ട്. നെക്സ്റ്റ് അളവ് തൂക്ക നിയമം. അളവ് തൂക്ക നിയമം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് എവിടെയും അംഗീകൃത അളവുകളും തൂക്കങ്ങളുമാണ് ഉപയോഗിക്കേണ്ടതെന്ന നിയമം അനുശാസിക്കുന്നു. നീളം അളക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റ് മീറ്ററും ഭാരം അളക്കുന്നതിനുള്ള അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാമുമായി നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അളവ് തൂക്ക നിയമമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഓരോ നമുക്ക് കറക്റ്റ് അളവിനൊന്നായിരിക്കും ഒരു സാധനങ്ങൾ വിൽക്കുന്നത്, നേരിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു അളവ് തൂക്ക നിയമം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നീളം അളക്കാനുള്ളതിനാണെങ്കിലും മീറ്ററും ഭാരം അളക്കാനാണെങ്കിലും കിലോഗ്രാമുമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലേ അത് നമുക്ക് നടത്താൻ പാടുള്ളൂ. നെക്സ്റ്റ് കുത്തക നിയന്ത്രിത കച്ചവട നിയമം. കുത്തക നിയന്ത്രിത കച്ചവട നിയമം എന്ന് പറഞ്ഞാൽ ഈ നിയമപ്രകാരം ഉപഭോക്താക്കൾക്കും ഉപഭോക്തൃ സംഘടനകൾക്കും അധാർമികവും നിയന്ത്രിതവുമായ വാണിജ്യ മുദ്രകൾക്കെതിരെ പരാതി സമർപ്പിക്കുന്നതിനും പരിഹാരം തേടുന്നതിനുമുള്ള അവകാശമുണ്ട്. അതാണ് കുത്തക നിയന്ത്രിത കച്ചവട നിയമം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃത്രിമവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അധാർമികവും നിയന്ത്രിതവുമായ വാണിജ്യ മുദ്രകൾക്കെതിരെ പരാതി സമർപ്പിക്കുന്നതിനും പരിഹാരം തേടുന്നതിനുമായ ഒരു അവകാശമുണ്ട്. അതാണ് കുത്തക നിയന്ത്രിത കച്ചവട നിയമം. അത് ഉപഭോക്താക്കൾക്കും ഉപഭോക്തൃ സംഘടനകൾക്കും ഈ ഒരു ഇതിനെതിരെ സമർപ്പിക്കാൻ പറ്റും. പരിഹാരം തേടുന്നതിനും ഒക്കെ മുദ്രകൾക്കെതിരെ പരാതി സമർപ്പിക്കുന്നതിനും പരിഹാരം തേടുന്നതിനും അവകാശമുണ്ട്. അതാണ് കുത്തക നിയന്ത്രണ കച്ചവട നിയമം. നെക്സ്റ്റ് കരിഞ്ചന്ത തടയൽ. കരിഞ്ചന്ത തടയൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ആവശ്യമായ സാധനങ്ങളുടെ വിതരണം ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിനുള്ള നിയമമാണിത്. ആവശ്യ സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് വിൽക്കുന്നതും മറിച്ച് വിൽക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടികളാണ് ഉണ്ടാവുക. അപ്പോൾ പൂഴ്ത്തി വെച്ചിട്ട് വൻ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നതിനൊക്കെ എതിരെയാണ് ഈ ശക്തമായ നടപടികൾ ഉണ്ടാവുക. അതാണ് കരിഞ്ചന്ത തടയൽ.
അപ്പോൾ സമൂഹത്തിന് ആവശ്യമായ സാധനങ്ങളുടെ വിതരണമൊക്കെ ഒരുപോലെ നടക്കുന്നുണ്ടോ, അത് ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിനുള്ളൊരു നിയമമാണ് ഇത് കരിഞ്ചന്ത തടയൽ. നെക്സ്റ്റ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രകാരം രൂപീകരിക്കുന്നത്. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഇതിന് കഴിയുന്നു. അതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്റ്റിൽ പറയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു നിയമമാണിത്. അപ്പോൾ വിവിധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനാണ് ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്റ്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഉപഭോക്തൃ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങളാണ് ഉപഭോക്തൃ കോടതി മുമ്പാകെ നൽകേണ്ടത്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഉൽപ്പന്നത്തിൻ്റെ അവകാശപ്പെടുന്ന നഷ്ടപരിഹാരത്തെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിഗത ഉപഭോക്താവിനും അല്ലെങ്കിൽ ഉപഭോക്തൃ സംഘടനയ്ക്കും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും എഴുതി തയ്യാറാക്കിയ രീതിയിൽ പരാതി കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഉപഭോക്തൃ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒക്കെ എല്ലാ സംഘടനയ്ക്കും പരാതി എഴുതി കൊടുക്കാനുള്ളൊരു അധികാരമുണ്ട്. അതിലെന്താണ് നമ്മുടെ അവകാശപ്പെടുന്ന ഒരു നഷ്ടപരിഹാരത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വ്യക്തിഗത ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഒരു ഉപഭോക്തൃ സംഘടനയ്ക്കും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും എഴുതി തയ്യാറാക്കിയ രീതിയിൽ പരാതി കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും. അതാണ് ഉപഭോക്തൃ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിവരങ്ങൾ നമുക്ക് ഉപഭോക്തൃ കോടതി മുൻപാകെ നൽകേണ്ടത് ഈ ഒരു രീതിയിലാണ്. നമ്മുടെ നഷ്ടപരിഹാരവും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ആ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നമുക്ക് ആ ഒരു കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, ഒരു ഉപഭോക്തൃ കോടതിക്ക് ഉപഭോക്താക്കൾക്ക് അനുകൂലമായ വിധം കൈക്കൊള്ളാവുന്ന സാധ്യമായ പ്രതിവിധികൾ ഏതാണെന്നും എപ്രകാരമാണെന്നും വിശദമാക്കുക. നമ്മുടെ ഈ കൺസ്യൂമർ കോർട്ടൊക്കെ ഇല്ലേ, അതുപോലെ ഉപഭോക്തൃ കോടതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പരിഹരിച്ചു തരാൻ പറ്റും. ആ ഒരു പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉൽപ്പന്നങ്ങളിലെ തകരാറുകൾ ഓർ സേവനങ്ങളിലെ അപര്യാപ്തത പരിഹരിച്ചു കൊടുക്കുക, അത് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഉൽപ്പന്നങ്ങൾ മാറ്റിക്കൊടുക്കുക അഥവാ സേവനങ്ങൾ വീണ്ടും ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് വൺ, ഉൽപ്പന്നത്തിൻ്റെ വില തിരിച്ചു നൽകുക ഓർ സേവനം നൽകുന്നതിന് ഈടാക്കിയ അധിക തുക തിരിച്ചു നൽകുക. നെക്സ്റ്റ്, നേരിടേണ്ടി വന്ന നഷ്ടത്തിനോ അപകടത്തിനോ നഷ്ടപരിഹാരം നൽകുക. അതൊക്കെ ഈ ഒരു കൺസ്യൂമർ കോർട്ട് വഴി നമുക്ക് ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. ആ ഒരു പ്രതിവിധികളാണ് നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ്, വിവിധ ഉപഭോക്തൃ കോടതികളുടെ സാമ്പത്തിക സമ്പാദ്യ പരിധി വിശദമാക്കുക. അപ്പം ജില്ലാതല ഉപഭോക്തൃ കോടതിയിൽ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വില അവകാശപ്പെടുന്ന വിലയോ അല്ലെങ്കിൽ അവകാശപ്പെടുന്ന നഷ്ടപരിഹാരം 20 ലക്ഷത്തിൽ കവിയാത്ത തുകയാണ് ജില്ലാതല ഉപഭോക്തൃ കോടതിയിൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ്, സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയിൽ പറയുന്നത് 20 ലക്ഷത്തിൽ കൂടുതലോ 1 കോടിയിൽ കൂടാത്തതുമായ നഷ്ടപരിഹാര തുകയാണ് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ലെവലിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദേശീയ ഉപഭോക്തൃ കോടതി എന്ന് പറഞ്ഞാൽ 1 കോടിയിൽ കൂടുതലായ നഷ്ടപരിഹാര തുകയായിരിക്കും നമ്മുടെ ദേശീയ ലെവലിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ജില്ലാതലത്തിൽ 20 ലക്ഷത്തിൽ കൂടാത്ത തുകയും അതുപോലെ സംസ്ഥാനതല ഉപഭോക്തൃ കോടതിയിൽ 20 ലക്ഷത്തിൽ കൂടുതലോ 1 കോടിയിൽ കൂടാത്തതോ. നെക്സ്റ്റ്, ദേശീയ ഉപഭോക്തൃ കോടതിയിൽ 1 കോടിയിൽ കൂടുതലായൊരു നഷ്ടപരിഹാര തുകയായിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൊസീജിയർ ഫോർ റിഡ്രസൽ ഓഫ് കൺസ്യൂമർ ഗ്രീവൻസസ്. ഉപഭോക്തൃ തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കുക. പരാതിയിൽ പരാതിക്കാരനോ അല്ലെങ്കിൽ അയാളുടെ അംഗീകൃത ഏജൻറ്റോ ഒപ്പുവെക്കേണ്ടതാണ്. ജില്ലാ ഫോറത്തിൻ്റെയോ സംസ്ഥാന ഫോറത്തിൻ്റെയോ സംസ്ഥാന കമ്മീഷൻ്റെയോ ദേശീയ കമ്മീഷൻ്റെയോ പ്രസിഡൻറ്റിൻ്റെ പേരിലാണ് പരാതി സമർപ്പിക്കേണ്ടത്. പരാതി കൊടുക്കുന്നതിൽ കാലതാമസം വരികയും ബന്ധപ്പെട്ട ജില്ലാ ഫോറമോ കമ്മീഷനോ അത് പൊറുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണിക്കേണ്ടതാണ്. കൂടുതൽ താഴെ പറയുന്ന വിവരങ്ങളും നൽകേണ്ടതാണ്. എന്തൊക്കെയാണ്? പരാതിക്കാരൻ്റെ പേരും മേൽവിലാസവും മറ്റു വിവരങ്ങളും, അതുപോലെ എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും മറ്റു വിവരങ്ങളും, നമ്മൾ ആരുടെ പേരിലാണോ കേസ് കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ പരാതിക്ക് ആധാരമായ സംഭവവും അത് എവിടെ വെച്ചാണ് എപ്പോഴാണ് നടന്നത് എന്നുള്ള വ്യക്തമായ തെളിവുകളും കൊടുക്കണം. അതുപോലെ പരാതിയിൽ അടങ്ങിയിരിക്കുന്ന ആരോപണത്തെ പിന്താങ്ങുന്ന രേഖകൾ ഉണ്ടെങ്കിൽ അവ പണമടച്ച റെസീറ്റ്, മറ്റ് റെസീറ്റുകൾ, ബില്ലുകളൊക്കെ, അതുപോലെ പരാതിക്കാരൻ ഉന്നയിക്കുന്ന പ്രതിവിധി, അതും കൂടിയാണ് നമ്മൾ ഈ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങളിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഡിസ്കസ് ചെയ്തത് ഉപഭോക്തൃ സംരക്ഷണത്തിനെ പറ്റിയിട്ടായിരുന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടായിരുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അധാർമികമായതും വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനൊക്കെ ആവശ്യമായി കൈക്കൊള്ളേണ്ടി വന്നതോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടി വരുന്നതായ നടപടിയെയാണ് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല. അതേപോലെ തന്നെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നമ്മളൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ വൈഡ് സ്പ്രെഡ് ഓഫ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഏതൊക്കെ രീതിയിലാണ് വഞ്ചിക്കപ്പെടുന്നതെന്ന്. നമ്മളെടുത്ത് അവർ പറയുക ഇപ്പോൾ എന്താ അത്രയും ഗുഡ് ക്വാളിറ്റി അഷ്യൂർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലൊക്കെ എന്താണ്, പക്ഷേ അത്രയും ലോക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ വരെ ഭയങ്കര ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ല. അതേപോലെ എന്താണ് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൊക്കെ എന്താണ് ചെന്ന് ചാടി പോവാറുണ്ട്. പക്ഷെ അതിനൊന്നും കാര്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ പറയാനോ, അതുപോലെ നമ്മൾ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എങ്ങനെ അതിൽ റിക്കവർ ആവാം, അതുപോലെ നമുക്ക് എങ്ങനെ ഒരു കോമ്പൻസേഷൻ നേടിയെടുക്കാം, അതൊക്കെ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കൺസ്യൂമേഴ്സിനും പ്രൊട്ടക്ഷൻ ആവശ്യം വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വലിയ രീതിയിൽ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും അതുപോലെ ക്വാളിറ്റി ഇഷ്യൂ ഉള്ളതും അതേപോലെ ഈ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കൊണ്ടും ഒക്കെ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? കൃത്രിമ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, മായം ചേർക്കൽ, തെറ്റായ അളവുകളും തൂക്കങ്ങളും, ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ വിൽപ്പന പങ്കാളിത്തം, പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും, ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അതുപോലെ പാർട്ടീസ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്താവും വ്യാപാരികളും ഗവൺമെൻറ്റും ഒക്കെയാണ്. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. പലതരം പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ അതിലൂടെയൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടാൽ അതിനൊക്കെ പ്രതിവിധിയായിട്ടും അതിനൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആക്റ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമുക്കിതിപ്പോൾ എക്സാമിന് എഴുതാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ഒരു നിയമങ്ങളെയും കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റി കുറച്ച് അവെയർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, നമ്മൾ ഒരു രീതിയിൽ വഞ്ചിക്കപ്പെടില്ല. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു അറിവ് ലഭിക്കും. നമ്മൾ ഏത് തരത്തിലുള്ളൊരു ചൂഷണത്തിലാണ് ചെന്നതെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ഉപഭോക്തൃ കൺസ്യൂമർ കോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു നിയമത്തിലൂടെ നമുക്ക് എന്തായാലും നമ്മുടെ നഷ്ടപരിഹാരം ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിതിനൊക്കെ പറ്റിയിട്ട് നല്ല അവെയർ ആയിരിക്കണം കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. അത് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.